കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പൊഴിയിലെത്തി പൊഴി തുറന്ന ശേഷം ഡ്രഡ്ജർ തീരത്തേക്ക് എത്തിക്കും. അതേസമയം പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കാതെ ഡ്രഡ്ജർ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിനയരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനയ, ന്യായമായൊരു ആവശ്യം തന്നെയാണ്. കാരണം കൂട്ടിയിട്ടിരിക്കുന്ന മണൽ പൂർണ്ണമായി നീക്കിയിട്ട് വേണമല്ലോ പ്രധാനമായും ഡ്രഡ്ജർ കൊണ്ട് മറ്റ് ഈ ഒരു പൊഴി മുറിക്കുന്ന ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൂട്ടിയിട്ടിരിക്കുന്ന മണൽ നീക്കാതെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നാട്ടുകാർ, അല്ലേ? എന്തായാലും മുതലപ്പുഴയിലുള്ളവരുടെ ദീർഘനാളത്തെ അല്ലെങ്കിൽ ആഗ്രഹമായിരുന്നു അവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വേണമുള്ളത്. അതിന് പിന്നോടിയായിട്ടാണ് ഈ കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിൽ എത്തിയിരിക്കുന്നത്. ഈ പൊഴി മുറിച്ച ശേഷം ഈ പൊഴി മുറിച്ച ശേഷം ഡ്രഡ്ജർ തീരത്തേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മുതലപ്പുഴയിൽ തന്നെ ഉണ്ട്, ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്. ഈ തീരത്തേക്ക് ഇനി പൊഴി മുറിച്ച ശേഷമായിരിക്കും എത്തിക്കുക. അതേസമയം തന്നെ ഈ നാട്ടുകാരിൽ ചിലർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇവർ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണെങ്കിലും യോഗത്തിലാണെങ്കിലും മന്ത്രിമാർ നൽകിയ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ മണൽ പൂർണ്ണമായും നീക്കും, കൂടാതെ തന്നെ ഡ്രഡ്ജർ കൊണ്ടുവരും. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നെങ്കിലും ഈ മണൽ പൂർണ്ണമായും അല്ലെങ്കിൽ മണൽ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ പൂർണ്ണമായും നീക്കുമെന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ഇതുവരെയും പാലിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇനി പൊഴി മുറിക്കുകയാണെങ്കിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്ന മണൽ വീണ്ടും അത് വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നടക്കം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതേസമയം തന്നെ പ്രധാനമായും ഈ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൊഴി, അതായത് ഈ മണൽ മാറ്റും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. മണൽ മാറ്റിയ ശേഷം, അതായത് ഈ ഡ്രഡ്ജർ തീരത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് നാട്ടുകാർ കൂടി സഹകരിക്കണമെന്നടക്കം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 3 മീറ്റർ ആഴത്തിലും 13 മീറ്റർ വീതിയിലുമാണ് ഈ പൊഴി പ്രധാനമായും മുറിക്കുന്നത്. കൂടുതലായി ഈ കാര്യക്ഷമമായി മണൽ നീക്കാൻ ശേഷിയുള്ള ഡ്രഡ്ജർ എത്തിക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഈ തീരത്ത് എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഡ്രഡ്ജർ മുതലപ്പുഴയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഈ പൊഴി പൂർണ്ണമായും മുറിച്ച ശേഷം മാത്രമായിരിക്കും ഡ്രഡ്ജർ തീരത്തേക്ക് എന്തായാലും പ്രവേശിപ്പിക്കുക. ശരി, വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്.